ഡോറ, ഇന്ന് നമുക്ക് ഇതുകൊണ്ടൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ? എന്തോ ഉണ്ടാക്കുന്നതിന് വല്ല ഐഡിയ ഉണ്ടോ? ഇന്ന് നമുക്ക് മത്തങ്ങ കൊണ്ടൊരു വെറൈറ്റി ഉണ്ടാക്കാവേ. അങ്ങനെ നമ്മൾ നമ്മുടെ മത്തങ്ങ ഇതാണ്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇത് അടുപ്പിൽ വെച്ച് വേവിക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഡോറ ഇവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നത്. ഗബ്രൂട്ടനടുത്ത് നിന്ന് ചെറിയ രീതിയിലൊക്കെ കുസൃതിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ കറി ഇരിപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്തുള്ള അടുപ്പിലേക്ക് നമുക്ക് വയ്ക്കാം. അപ്പം മത്തങ്ങ നമ്മൾ പാത്രത്തിലാക്കി വെച്ചു. കുറച്ച് വെള്ളം മതി കേട്ടോ. ഇത് ആവി കയറുമ്പോൾ തന്നെ നന്നായി വേവും. അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിയിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞങ്ങൾ ആ അടുപ്പിൽ വെച്ച് ഗ്യാസും കത്തിച്ചു. ഇനി ഇത് ആവി കയറിയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ഡോറയാണെങ്കിൽ ദോശയും തേണ്ട സവാളക്കറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് തിളയ്ക്കുകയും ചെയ്തിട്ട് ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാന്താരി മുളക് പറിക്കാൻ ഇറങ്ങാം. അപ്പോൾ കാന്താരി മുളക് പറിക്കാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തെ മഴ, നല്ല മഴ മിറ്റത് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് പോയി കാന്താരി മുളക് പറിക്കാമെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ പോവുകയാണ്. നമുക്കൊരു 4-5 കോടി കാന്താരി മുളക് ഉണ്ട് കേട്ടോ. പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ ഇന്ന് മാത്രം നമുക്കാണെങ്കിൽ കാന്താരി മുളകിന് ഭാഗ്യം ഉണ്ടായില്ല. എന്തോ ഒന്നിലും കാന്താരി മുളക് ഇല്ലായിരുന്നു. ആകെ ഒരു 3 കാന്താരി മുളക് നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ കാന്താരി മുളക് ഉള്ളത് പറിച്ചുകൊണ്ട് വന്ന് പിന്നെ അതിനുശേഷം കല്ല് കഴുകി വെച്ചു. പിന്നെ നമ്മളാണെങ്കിൽ കാന്താരി മുളക് ഇല്ലാത്തത് കൊണ്ട് ഒരു 3 പച്ചമുളക് എടുത്ത്, പച്ചമുളകിന് വലിയ എരിവില്ലല്ലോ. നമുക്ക് കാന്താരി മുളക് ആകുമ്പോഴേ കുറച്ചുണ്ടെങ്കിൽ നല്ല എരിവായിരിക്കും. അതുകൊണ്ടാണ് കാന്താരി മുളക് നമ്മൾ നോക്കിയത്. പക്ഷേ കാന്താരി മുളക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 3 പച്ചമുളകും 1 സവാളയും 1 തക്കാളി എടുത്ത് കൊച്ചുള്ളി പൊളിക്കാനും അത് ഇനി പിന്നെ ഇടിച്ചെടുക്കാനും എനിക്ക് ഭയങ്കര മഴയില്ലേ, എന്ത് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് നമുക്ക് കൊച്ചുള്ളി വേണ്ട, അതിന് പകരം നമുക്ക് സവാള എടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ സവാളയും തക്കാളിയും എടുത്ത്, തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കല്ലിലിട്ടു. പക്ഷേ ഇത് കുറച്ചുകൂടെ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നേനെ എനിക്ക്. ഇത് കുറച്ച് പാടായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മാംസം നന്നായി ചതഞ്ഞ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ തൊലി അരഞ്ഞു വരാനായിട്ട് ഇച്ചിരി പാടെടുത്തു കേട്ടോ. ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടിരുന്നെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമായിരുന്നെന്ന് എനിക്ക് അന്നേരം തോന്നി. അങ്ങനെ നമ്മളാണെങ്കിൽ സവാളയും പച്ചമുളകും തക്കാളി എല്ലാം കൂടെ ഇടിച്ച് ചതച്ച് ഇതിലാക്കി കിണ്ണിയിലാക്കി വെച്ചു. അതിനകത്തോട്ട് കുറച്ച് നമ്മൾ ഉപ്പിട്ട്, പിന്നെ അതിന് ശേഷം ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയല്ല, കുറച്ച് ഒലീവ് ഓയിൽ. നമ്മളെല്ലാം ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. അതിനുശേഷം നമ്മുടെ കഴുകിയെടുത്ത കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത്, കൈ കഴുകിയിട്ടാണ് ഉടയ്ക്കുന്നത്, നന്നായിട്ടെല്ലാം ഉടച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് കഴിക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൈ കൊണ്ട് സവാള ഈ കൊച്ചുള്ളിയൊക്കെ ഉടയ്ക്കാനായിട്ട്. നമ്മൾ പണ്ട് പുളിമുളക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ പുളി ഒഴിച്ച് കൊച്ചുള്ളിയും ഉപ്പിട്ട് പച്ചമുളക് ഇട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുമായിരുന്നു. അതിനുശേഷം നമുക്കിനി പോയിട്ട് വേവിക്കാൻ വെച്ചിരിക്കുന്ന മത്തങ്ങ എന്തായെന്ന് നോക്കാം. നന്നായിട്ട് ആവി വരുന്നുണ്ടായിരുന്നു, നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ആവി വരുന്നുണ്ടായിരുന്നു. ഒരുപാട് നമ്മൾ അങ്ങോട്ട് തിളപ്പിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് വേവുന്ന മത്തങ്ങ കേട്ടോ. ഞാനിപ്പോൾ ഇച്ചിരി നേരം വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കത്തി വെച്ച് കുത്തി നോക്കുമ്പോൾ തന്നെ അറിയാൻ കണ്ടില്ലേ, ഭയങ്കരമായിട്ട് ഉള്ളിലോട്ട് ഇറങ്ങിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നമുക്കാണെങ്കിൽ വേവിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് അന്നേരം തോന്നി. കാരണം നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ടായിരുന്നു. പക്ഷേ ചില പീസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉള്ളിലോട്ട് നല്ല കട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വാഷ് ബേസിനിലോട്ട് ഒരു പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ നെറ്റ് വെച്ചിട്ടാണ് നമ്മൾ വടികെട്ടുന്നത്. നമ്മളിങ്ങനെയാണ് വടികെട്ടി എടുത്തത്. കുറച്ച് വെള്ളവും തുറന്നിട്ടിട്ടുണ്ട്. അപ്പം ഇനി ആരും പറയരുത് വാഷ് ബേസിനിൽ നേരിട്ട് വെച്ചു എന്ന്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. പാത്രം വെച്ച് അതിനകത്തോട്ടാണെങ്കിൽ നമ്മുടെ നെറ്റ് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ വടികെട്ടി എടുത്തിരിക്കുന്നത്. പാത്രം അടിയിലിരിപ്പുണ്ട്, കാണുന്നുണ്ടല്ലോ. അതിനുശേഷം നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി, പിന്നെ നമ്മൾ കുറച്ച് പ്ലേറ്റിനകത്ത് എടുത്തിട്ടുണ്ട്. അതിൽ കൂടെ നമ്മളുണ്ടാക്കി വെച്ച ഉള്ളി, മുളക്, തക്കാളി ഉടച്ചതും നമ്മൾ വേവിച്ച മത്തങ്ങയും കൂടി എടുക്കുന്നുണ്ട്. നമുക്കിത് ഡോറയ്ക്കൊന്ന് കൊടുത്ത് നോക്കാം. ഡോറയുടെ അഭിപ്രായം എന്താണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇച്ചിരി ചൂടാറ്റിയിട്ട് കൊടുക്കാം. പെട്ടെന്ന് ഡോറയ്ക്ക് ചൂടോടുകൂടി കൊടുത്തതിന് ചിലപ്പോൾ വായൊക്കെ പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കായിരിക്കും പണി കിട്ടുന്നത്. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മളാണെങ്കിൽ അവിടെ മാറ്റിച്ച്. ആ സമയത്ത് നമ്മുടെ ഗബ്രൂട്ടൻ കുറേ കുസൃതി കാണിക്കുന്ന വിട്ടുന്നുണ്ട്. അത് ഞാൻ അവനെ ഒന്ന് അടക്കിയിരുത്താൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നതാണത്. കഴിച്ചോ, ചൂടാറ്റിയതാ കൊള്ളോ. മറ്റേ മധുരക്കിഴങ്ങില്ലേ, അത് കഴിക്കുന്ന പോലെ ഉണ്ട്. കൊച്ചിന് വേണ്ട. എബ്രിച്ചിന് വേണ്ടേ? മത്തങ്ങയാണെന്ന് പറയത്തേ ഇല്ല. കഴിച്ചോ തിച്ചേ. തരട്ടെ?
ശരിയല്ല. വേണ്ടായിട്ടാ കിച്ചാൻ. വേണ്ടായിട്ടാ. കഴിക്കാൻ കഴിക്കും. കഴിക്കും. മത്തങ്ങ പറയോ? ഈ ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോണ്ടല്ലോ മത്തങ്ങ പറയത്തേ ഇല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ ഒരു വീഡിയോയില് കണ്ടയാ ഇന്ന് രാവിലെ കണ്ടത്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി എന്നാ ഇങ്ങനെ ഒന്ന് കഴിക്കണമെന്ന്. പക്ഷെ ഈ വീഡിയോ ഞാൻ കുറെ നാൾ മുന്നേ കണ്ടു. അവര് നല്ല രസമുണ്ട് അവരുണ്ടാക്കുന്നത് കാണാം. അപ്പൊ ഇങ്ങനെ കട്ടിയിട്ട് പുഴുങ്ങിയിട്ട് ഇത് ഉടച്ചപ്പോഴും ഞാൻ ചോദിച്ചു ഇതാ കറിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് കണ്ടപ്പോ നല്ല കഴിക്കാൻ ആഗ്രഹം തോന്നി. പക്ഷെ നമ്മള് വിചാരിക്കുന്ന രീതിയിലല്ല. ഈ ചമ്മന്തി ആയിട്ട് കഴിക്കുമ്പോണ്ടല്ലേ ഇത് മുളക് അടച്ചത് അല്ലേ? മുളക് അടച്ചല്ലേ? കൊച്ചുള്ളി ഇല്ല, കൊച്ചുള്ളിക്ക് ഒരു സവാള കൂടെ ഉടച്ചിട്ട് ഉപ്പ് ഇട്ട് എടുത്തത് അത് മുളക് അടച്ചത്. ഇങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ അമ്മ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് അങ്ങനെ മധുരമൊന്നും തോന്നിക്കത്തില്ല. ഇത് ഈ മത്തങ്ങയ്ക്ക് ചെറിയൊരു മധുരപ്പുണ്ടല്ലോ, പക്ഷെ അതൊന്നും തോന്നിക്കുന്നേ ഇല്ല. ഓ എന്തായാലും എല്ലാം ട്രൈ ചെയ്യണം കേട്ടോ. ഞങ്ങൾ പക്ഷെ ഇത്രയും വിചാരിച്ചില്ല, ഒട്ടും വിചാരിച്ചില്ല ഈ ഒരു രീതിയിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുവോ മധുരം. പക്ഷെ നമ്മള് മധുരക്കിഴങ്ങൊക്കെ കഴിക്കും, പക്ഷെ അതിനേക്കാളും വേറെ നല്ല ടേസ്റ്റ്. വേറൊരു ടേസ്റ്റാ. മധുരക്കിഴങ്ങാന്ന് പോലും പറയത്തില്ല. ഞാനങ്ങനെ പുഴുക്കൊന്നും കഴിക്കുന്നതല്ല, എനിക്കങ്ങനെ ഇഷ്ടമല്ല. കഴിക്കുകയാണെങ്കിൽ ഞാൻ ചീനി എങ്ങാണ് എന്തെങ്കിലും കഴിക്കുന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഒന്നും കഴിക്കത്തില്ല. പക്ഷെ ഇത് കഴിച്ചപ്പം ഇഷ്ടപ്പെട്ടു, കൊള്ളാം. നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് രാവിലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. രാവിലെയും അതുപോലെ മഴയൊക്കെ ഉള്ളപ്പം വൈകുന്നേരം ഒരു കട്ടനൊക്കെ ഇട്ടിട്ട്. നല്ല മഴയുണ്ട് ഇവിടെ കേട്ടോ, അതുകൊണ്ട് ആ മഴയെന്ന് എടുത്തു പറഞ്ഞത്. മഴയൊക്കെ ഉള്ളപ്പം കട്ടനൊക്കെ ഇട്ടിട്ട് കഴിക്കാനല്ല. ഞാൻ ദോശ ഇടുവാട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന എല്ലാവരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് വേണം. നമ്മുടെ ലോങ് വീഡിയോസ് എല്ലാവരും കാണണം കേട്ടോ. നമ്മുടെ ഷോർട്സ് മാത്രമല്ല, നമ്മുടെ ലോങ് വീഡിയോസ് എല്ലാവരും കാണണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും കൂട്ടുകാരെ